ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒരു ഡോക്യുമെന്റ് അയച്ചു തന്നിരുന്നു. എങ്കിലും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ ആയിട്ടൊന്ന് ചെയ്യാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. What is the purpose of financial statements? Financial statements represents financial position of an entity and it shows financial performance of an entity. ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാപനത്തിന്റെ കറന്റ് ആയിട്ട് അവർക്കുള്ള ഫിനാൻഷ്യൽ ആയിട്ട് ഉള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ പൊസിഷൻ. അവരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ എന്താണ്? ഈ ഇറ്റ് ഷോസ് ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അവര് ഒരു പെർട്ടിക്കുലർ പീരീഡിൽ, ഒരു ആനുവൽ ഓർ എനി പെർട്ടിക്കുലർ പീരീഡിൽ അവരുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് രണ്ടുമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പർപ്പസ്. What are the objectives? Ind AS 1 describes financial statements are a structured representation of the financial position and financial performance of an entity. Indian Accounting Standard 1 പ്രകാരം financial statements are a structured representation of the financial position and financial performance of an entity. ഫിനാൻഷ്യൽ പൊസിഷനും ഫിനാൻഷ്യൽ പെർഫോമൻസും സ്ട്രക്ചേർഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. വെറുതെ അല്ല, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ നടക്കുന്നത്. Objectives of financial statement is to provide useful information about the financial position, financial performance and cash flows. Financial position എന്ന് പറഞ്ഞാൽ അതിൽ അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റി, ഈ മൂന്ന് കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ പൊസിഷനിൽ ഉണ്ടാവുക. ഏതൊക്കെ അസറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്, അതിന് എത്രയൊക്കെ വാല്യൂ ആണ് ഉള്ളത്, എത്ര ലയബിലിറ്റീസ് ഉണ്ട്, അത് എത്രയൊക്കെ കൊടുത്തു തീർക്കാനുണ്ട്, പിന്നെ ഇക്വിറ്റി, ഓൺ ഫണ്ട്, നമ്മുടെ കമ്പനിയുടെ ഓൺ ഫണ്ട് എന്താണ് എന്നുള്ളതാണ് ഫിനാൻഷ്യൽ പൊസിഷനിൽ മനസ്സിലാക്കുന്നത്. ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇൻക്ലൂഡ്സ് ഇൻകം, എക്സ്പെൻസസ്, ഗെയിൻസ് ആൻഡ് ലോസസ്. ഇൻകം, എക്സ്പെൻസസ്, ഗെയിൻസ് ആൻഡ് ലോസസ്, ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ പെർഫോമൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ ക്യാഷ് മാത്രമല്ല, ക്യാഷ് ഇക്വലൻസ്, ഇൻക്ലൂഡിങ് ക്യാഷ് ഇക്വലൻസ്, അതിൻ്റെ ഈ കറണ്ട് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി ഫിനാൻഷ്യൽ പൊസിഷനിൽ വരും. ഇൻകം, എക്സ്പെൻസസ്, ഗെയിൻസ്, ലോസസ് എന്നത് ഫിനാൻഷ്യൽ പെർഫോമൻസിൽ വരും. ക്യാഷുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ലിക്വിഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളത് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞതിൽ വരും. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആസ് പെർ IFRS. IFRSനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ IFRSൽ എങ്ങനെയാണ് നോക്കാം. എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതർ കോംപ്രഹെൻസീവ് ഇൻകം, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്, അഞ്ചാമത്തെ നോട്ട്. ഇത്രയും കാര്യങ്ങളാണ് IFRS പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ: സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ നോട്ട്സ്. ഇങ്ങനെ 5 കാര്യങ്ങളാണ് IFRS മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ ബെനിഫിറ്റ്, IFRS നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ്: ഇക്കോണമിക്ക് ബെനിഫിറ്റ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സിനുണ്ട്, ഇൻഡസ്ട്രിക്ക് ഉണ്ട്, അക്കൗണ്ടിങ് പ്രൊഫഷണൽസിനുണ്ട്. ഇതിന് IFRSന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞാന്ന് തോന്നുന്നു. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് പോകുന്നില്ല. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആസ് പെർ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, പഴയ IASൽ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് അതർ കോംപ്രഹെൻസീവ് ഇൻകം, റവന്യൂ, കോസ്റ്റ് ഓഫ് സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്, അതർ ഇൻകം, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. ഇങ്ങനെ റവന്യൂവിനെയും കോസ്റ്റിനെയും തന്നെ പലതായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുന്നത് റവന്യൂ, കോസ്റ്റ് ഓഫ് സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്, അതർ ഇൻകം, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എക്സെട്ര. പിന്നെ അതർ എക്സ്പെൻസസ്, ഫിനാൻസ് കോസ്റ്റ്, ഷെയർ ഓഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, ഇൻകം ടാക്സ് എക്സ്പെൻസസ്, പ്രോഫിറ്റ് ഫോർ ദ ഇയർ. ഇനി അതർ കോംപ്രഹെൻസീവ് ഇൻകം, അങ്ങനെയുള്ള എല്ലാമാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഒബ്ജക്റ്റീവ് ഓഫ് Ind AS 1.
ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1-ൽ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത് പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ബേസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, കമ്പയറബിലിറ്റി വിത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് പ്രീവിയസ് പീരീഡ്. ഈ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന് കഴിഞ്ഞ വർഷത്തെയോ അതിന്റെ മുന്നത്തെ വർഷത്തെയോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് വിത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അതർ എൻറ്റിറ്റീസ്. നമ്മളുടെ കമ്പനി സിമിലർ ആയിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന വേറെ കമ്പനികളും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു എൻറ്റിറ്റിയുടെ ഇൻസൈഡ് ആയിട്ട് വരുന്നതും ഔട്ട്സൈഡ് വരുന്നതും നമ്മളുടെ കമ്പനിയുടെ കഴിഞ്ഞ വർഷത്തെ ആയിട്ട് കമ്പയർ ചെയ്യാം, നമ്മുടെ കമ്പനിയുടെ ഈ വർഷത്തെയും വേറെ ഒരു കമ്പനിയുടെ ഈ വർഷത്തെയും. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കമ്പാരിസണും പറ്റും, വെർട്ടിക്കൽ ആയിട്ടുള്ള കമ്പാരിസണും സാധ്യമാണ്. Objectives of Ind AS 1. Financial statements provide information about an entity's assets, liabilities, equity, income and expenses, including gains and losses, contribution by and distribution to owners, cash flows. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവേണ്ടത് അസറ്റ്, ലാബിലിറ്റി. അത് നമുക്കറിയാം. എല്ലാ ഇതിൻ്റെയും മെയിനായിട്ട് വരുന്നത് അസറ്റ്സ്, ലാബിലിറ്റീസ്, ഇക്വിറ്റി. അസറ്റ്സ്, ലാബിലിറ്റീസ്, ഇക്വിറ്റി. പിന്നെ വരുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത കോൺട്രിബ്യൂഷൻ ബൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടു ഓണേഴ്സ്. ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളത് ഓണേഴ്സിന് തിരിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ക്യാഷ് ഫ്ലോസ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇനി സ്കോപ്പ്. ആൻ എൻറ്റിറ്റി ഷോൾ അപ്ലൈ വിത്ത് സ്റ്റാൻഡേർഡ് ഇൻ പ്രിപ്പയറിംഗ് ആൻഡ് പ്രസൻറ്റിംഗ് ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഒരു എൻറ്റിറ്റിക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിന് ഒരു സ്റ്റാൻഡേർഡ് ആണ് AS 1-ൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രിപ്പയറിംഗ് ആൻഡ് പ്രസൻറ്റിംഗ് ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. സെക്കൻഡ് വൺ, ഇൻ അക്കോർഡൻസ് വിത്ത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും, പ്രസന്റ് ചെയ്യും എന്നുള്ളതിന് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നതാണ് ഇതിന്റെ സ്കോപ്പ്. ഈ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇന്ത്യ AS പ്രകാരം ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്: ബാലൻസ് ഷീറ്റ്, ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ക്യാഷ് ഫ്ലോസ്, ബാലൻസ് ഷീറ്റ്, ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ അതിൽ അസറ്റും ഉണ്ടാവും, ലാബിലിറ്റി ഉണ്ടാവും, ഇക്വിറ്റി ഉണ്ടാവും. അപ്പോൾ ഇക്വിറ്റിയിൽ വരുന്ന ചേഞ്ചസ് ആണ് അവിടെ കാണിക്കുന്നത്. ഇനി സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, അവിടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ് കാണുന്നത്. അടുത്തത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ക്യാഷ് ഫ്ലോസ്. ഇനി നോട്ട്സ് എന്ന് പറയുന്നത് കമ്പയറിംഗ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിംഗ് പോളിസീസ് ആൻഡ് അതർ ഇൻഫർമേഷൻസ്. ബാലൻസ് ഷീറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഏർലിയസ്റ്റ് കമ്പാരിറ്റീവ് പീരീഡ്. നമ്മൾ ഈ വർഷത്തെ ബാലൻസ് ഷീറ്റിന്റെ കൂടെ കഴിഞ്ഞ വർഷത്തെയും കൂടിയും അറ്റാച്ച് ചെയ്യുമ്പോൾ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റും. ഇനി കമ്പോണൻസ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ കമ്പോണൻസ് നമ്മൾ കംപ്ലീറ്റ് സെറ്റിൽ പറഞ്ഞതിൽ ഓരോന്നിനും വേറെ വേറെ ആയിട്ട് പറയാണ്. ഫസ്റ്റ് വൺ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. സെക്കൻഡ് വൺ, സ്റ്റേറ്റ്മെന്റ് ഓഫ് കോംപ്രിഹെൻസീവ് ഇൻകം. തേർഡ് വൺ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. പിന്നെ നോട്ട്സ് ഇൻക്ലൂഡിങ് അക്കൗണ്ടിംഗ് പോളിസീസ്. ഒരു കമ്പനിയുടെ അക്കൗണ്ടിംഗ് പോളിസി എന്താണെന്നുള്ളത് നോട്ട് ചെയ്യുന്നതാണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഏർലിയസ്റ്റ് കമ്പാരിറ്റീവ് പീരീഡ്. കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഇത്രയുമാണ് ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ വരുന്നത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് കോംപ്രിഹെൻസീവ് ഇൻകം, സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. ഇനി നോട്ട്സ് ആണ്. നോട്ട്സ് ഇൻക്ലൂഡിങ് അക്കൗണ്ടിംഗ് പോളിസീസ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഏർലിയസ്റ്റ് കമ്പാരിറ്റീവ് പീരീഡ്. ഇത്രയുമാണ് കമ്പോണൻസിൽ വരുന്നത്. ഇനി കമ്പോണൻസിനെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഏർലിയസ്റ്റ് കമ്പാരിറ്റീവ് പീരീഡ് വെൻ Ind AS 8 അപ്ലൈസ്. ഇപ്പോൾ മുമ്പ് ഉണ്ടായിരുന്ന സമയത്തുള്ള ബാലൻസ് ഷീറ്റ്. പിന്നെ ബാലൻസ് ഷീറ്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് വിത്ത് അതർ കോംപ്രിഹെൻസീവ് ഇൻകം. ഇത് IFRS പെർമിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കോംപ്രിഹെൻസീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും കമ്പയർ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഈ സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിംഗ് പോളിസീസ് ആൻഡ് അതർ എക്സ്പ്ലനേറ്ററി നോട്ട്സ്. അക്കൗണ്ടിംഗ് പോളിസീസിനെ കുറിച്ചുള്ള നോട്ട്സ്. ഇത്രയുമാണ് അതിൽ മെയിനായിട്ട് ഉണ്ടാവുക. അപ്പോൾ ബാലൻസ് ഷീറ്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്,
സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്, സിഗ്നിഫിക്കൻറ്റ് നോട്ട്സ് ഓൺ അക്കൗണ്ടിങ് പോളിസീസ്. ഇനി ഇതിൽ മുമ്പുണ്ടായിരുന്ന ബാലൻസ് ഷീറ്റുമായിട്ടുള്ള കമ്പാരിസണും. ഇത്രയുമാണ് ഒരു കമ്പോണന്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഉണ്ടാവുക. അപ്പോൾ ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. ഇനി ഇതിൽ ഫണ്ടമെന്റൽ അസംഷൻസ്, ഏതൊക്കെ അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഇന്ത്യ AS വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്ന് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് മീൻസ് എ ബിസിനസ് എൻറ്റിറ്റി ഈസ് continuing for a long period. It is going concern. ഇനി അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിലെ അക്രൂവൽ ബേസിസിലാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൺസിസ്റ്റൻസി ഇൻ പ്രസൻറ്റേഷൻ, സ്ഥിരമായി ഒരേ പ്രസൻറ്റേഷൻ രീതി ഉപയോഗിച്ചാൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ള 3 അസംഷൻസ് ആണ് മെയിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അതർ കൺസിഡറേഷൻ, ഫെയർ പ്രസൻറ്റേഷൻ, മെറ്റീരിയാലിറ്റി ആൻഡ് അഗ്രിഗേഷൻ. എല്ലാം ആ ഒരു സമയത്തുണ്ടാവുന്ന എല്ലാം അഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ള പ്രസൻറ്റേഷനാണ്. ഓഫ്സെറ്റിംഗ്, കമ്പാരിറ്റീവ്, ഇത് കമ്പയർ ചെയ്യാൻ പറ്റുന്ന. ഇനി റിപ്പോർട്ടിംഗ് പീരീഡ്, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ടിംഗ് പീരീഡ് ആനുവലി ആണ്. ഇനി ആ ഒരു വർഷം ആണ് മിനിമം വരുന്ന ഒരു കാലയളവ്. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വിത്ത് അഡീഷണൽ ഡിസ്ക്ലോഷേഴ്സ് വിൽ ലീഡ് ടു ട്രൂ ആൻഡ് ഫെയർ വ്യൂ. അപ്പോൾ അതിൽ അഡീഷണൽ ഇൻഫർമേഷൻസും കൂടി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് ട്രൂ ആൻഡ് ഫെയർ വ്യൂ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഈ സ്ട്രക്ചർ ആൻഡ് കണ്ടന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ജനറൽ, ഇതിൽ കണ്ടന്റ്സിൽ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ: ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ദ റിപ്പോർട്ടിംഗ് എന്റർപ്രൈസ്, വെദർ ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഓഫ് ദ എന്റർപ്രൈസ് ഫോർ എ ഗ്രൂപ്പ്, ദ ഡേറ്റ് ഓർ പീരിയഡ് കവേർഡ്, ദ പ്രസന്റേഷൻ കറൻസി, ദ ലെവൽ ഓഫ് പ്രിസിഷൻ. ഇത്രയും കാര്യങ്ങളാണ് അതിൽ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ റിപ്പോർട്ടിംഗ് എന്റർപ്രൈസ്, ഏത് എന്റർപ്രൈസിൽ ആണ്, എവിടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ആർക്കൊക്കെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം. പിന്നെ ഇത് ഒരു ഗ്രൂപ്പാണോ, ഏത് പീരീഡാണ് ഇതിൽ കവർ ചെയ്തിട്ടുള്ളത്, ഏത് കറൻസിയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഡയമെൻഷൻസ് ഇത് എത്രയാണ്. ഹെഡിങ്ങിൽ മുകളിൽ തൗസൻഡ്സ്, മില്യൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് താഴെ എമൗണ്ട് മാത്രം എഴുതുന്ന രീതിയായിരിക്കും, കുറേ പൂജ്യങ്ങൾ ഇടില്ല. ഇത്രയാണ് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഒന്നുകൂടി ഇതിനെക്കുറിച്ച് വായിക്കുക, മനസ്സിലാക്കുക. താങ്ക് യു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.